ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 43 ശ്ലോകം 5-6. പീതാംബരം കരവിരാജിത ശംഖചക്രകമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 5. രോദോപകർണനവശാദുപഗമ്യ ഗേഹം ക്രന്ദൽസു നന്ദമുഖഗോപകുലേഷു ദീനഃ ത്വാം ദാനവാസ്ത്വദഖില മുക്തികരം മുമുക്ഷു ത്വയ്യ പ്രമുഞ്ചതി പപാദവിയൻ പ്രദേശാൻ. അന്വയം. അർത്ഥം: നന്ദമുഖ ഗോപകുലേഷു, നന്ദൻ തുടങ്ങിയ ഗോപന്മാരുടെ സമൂഹം, രോദോപകർണനവശാൻ, യശോദയുടെ കരച്ചിൽ കേൾക്ക നിമിത്തം, ഗേഹം ഗൃഹത്തെ, ഉപഗമ്യ പ്രാപിച്ചിട്ട്, ക്രന്ദൽസു കരയുന്ന അവസരത്തിൽ, ദാനവ തു തൃണാവർത്താസുരനാകട്ടെ, അഖില മുക്തികരം എല്ലാവർക്കും മോക്ഷം നൽകുന്ന, ത്വാം അവിടുത്തെ, മുമുക്ഷു മോചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അവനായ അവൻ, ത്വയി അവിടുന്ന്, അപ്രമുഞ്ചതി വിടാറായപ്പോൾ, ദീനഹ ദയനീയമായി, ബിയത് പ്രദേശാൻ ആകാശദേശത്തു നിന്ന് താഴെ വീണു, പപാത താഴെ വീണു. ഹരി ഓം. സാരം: യശോദ ഉച്ചത്തിൽ നിലവിളിക്കുന്നത് കേട്ടിട്ട് ഗോപന്മാരെല്ലാം നാനാഭാഗത്തുനിന്നും ഓടി എത്തിച്ചേർന്നു. തൃണാവർത്തനാകട്ടെ എല്ലാവർക്കും മോക്ഷം നൽകുന്ന അവിടുത്തെ വിടുവിക്കാൻ ശ്രമിച്ചു. അവിടുന്ന് വിടാതായപ്പോൾ ആകാശദേശത്തു നിന്നും അസുരൻ താഴെ വീണു. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 6. രോദാകുലാസ്തദനു ഗോപഗണാബഹിഷ്ട പാഷാണപൃഷ്ടഭുവിദേഹമതിസ്ത്യവിഷ്ടം പ്രൈച്ഛന്തഹന്ത നിബദന്തമമുഷ്യ പക്ഷസി അക്ഷീണമേവ ച ഭവന്തമലം ഹസന്തം. അന്വയം. അർത്ഥം: തദനു അനന്തരം, രോദാകുലാഹ കരച്ചിൽ കൊണ്ട് ആകെ കലങ്ങിയവരായ, ഗോപഗണാക ഗോപസമൂഹങ്ങൾ, ബഹിഷ്ടപാഷാണ പൃഷ്ഠഭുവി വെളിയിലുള്ള പാറയുടെ ഉപരിഭാഗത്ത്, നിപതന്തം വീഴുന്ന, അതിസ്തവിഷ്ടം വളരെ തടിച്ച ദേഹം ശരീരത്തെയും, അമുക്ഷ്യ ആ ശരീരത്തിൻ്റെ വക്ഷസി മാറിൽ, അലം ഹസന്തം അത്യധികം ചിരിച്ചുകൊണ്ടിരിക്കുന്നവനും, അക്ഷീണമേവ യാതൊരു കോട്ടവും തട്ടാത്തവനുമായ, ഭവന്തം ച അങ്ങയെയും, പ്രൈച്ഛന്ത കണ്ടു, ഹന്ത ആശ്ചര്യം തന്നെ. ഹരിവും. സാരം: കരഞ്ഞുകൊണ്ട് ഗോപന്മാർ 4 ഭാവവും നോക്കി നിൽക്കുമ്പോൾ, അസുരൻ്റെ തടിച്ച ശരീരം ഗോകുലത്തിനു വെളിയിൽ ഒരു പാറപ്പുറത്ത് വീഴുന്നതും, അവൻ്റെ മാറിൽ ഭഗവാൻ ചിരിച്ചു കളിച്ച് കൊണ്ടിരിക്കുന്നതും